ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എ വെരി ഓൾ മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് കൂടാണ്ട് ഡയറി എൻട്രി, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ്, ക്യാരക്ടർ സ്കെച്ച്. ആദ്യത്തെ ക്യാരക്ടർ നമ്മുടെ ഓൾഡ് മാൻ. നമ്മൾ ഇതിന് ചെറിയ ഡിസ്ക്രിപ്ഷനും വലിയ ഡിസ്ക്രിപ്ഷനും തരുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിക്കാനായിട്ടാണ്. ഓക്കെ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. എ ഓൾ മാൻ ഈസ് മിസ്റ്റീരിയസ്, പേഷ്യൻ്റ് ആൻഡ് സൈലൻറ്റ്. മിസ്റ്റീരിയസ് മീനിങ് നിഗൂഢമായത്, പേഷ്യൻ്റ് ക്ഷമയുള്ളത്, സൈലൻറ്റ് നിശബ്ദം. ദോ ബിലീവ് ടു ബി ആൻ ഏഞ്ചൽ, ഹി ലുക്സ് ഡർട്ടി ആൻഡ് ഹെൽപ്ലെസ്. ഒരു മാലാഖയാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും അവനെ വളരെ വൃത്തിയില്ലാത്തതും നിസ്സഹായനുമായി കാണപ്പെട്ടു. ഹി നെവർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്രൂവാലിറ്റി ആൻഡ് എൻഡ്യൂർ സഫറിങ് കാംലി. ഒരിക്കലും ക്രൂരതയ്ക്കെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക, പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല. ആൻഡ് എൻഡ്യൂവേഴ്സ്, അതിജീവിക്കുക, സഫറിങ് കാംലി, സഹനങ്ങൾ ശാന്തമായിട്ട് അതിജീവിച്ചു. ഹിസ് പേഷ്യൻസ് ആൻഡ് എൻഡ്യൂറൻസ് ഹൈലൈറ്റ് ഹ്യൂമൻ ക്രൂവൽറ്റി ആൻഡ് ലാക്ക് ഓഫ് കമ്പാഷൻ. ഇദ്ദേഹത്തിൻ്റെ ക്ഷമയും അതിജീവനവും കാണിക്കുന്നത് മനുഷ്യൻ്റെ ക്രൂരതയും ഒരു സഹതാപമില്ലായ്മ, ദയയില്ലായ്മയുമാണ്. സോ നമുക്ക് ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരക്ടർ സ്കെച്ചും കൂടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. The old man is the most mysterious and symbolic character in the story. ഈ കഥയിലെ ഏറ്റവും നിഗൂഢവും പ്രതീകാത്മകവുമായ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഓൾഡ് മാൻ എന്ന കഥാപാത്രം. Though believed to be an angel, he does not appear divine or majestic. ഒരു ഏഞ്ചൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും അദ്ദേഹം വളരെ ദൈവികത നിറഞ്ഞതോ അല്ലെങ്കിൽ മഹത്വം നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നില്ല. He is very old, weak, dirty and helpless. വളരെ പ്രായം ചെന്നതും ക്ഷീണിതനും വൃത്തിയില്ലാത്തതും നിസ്സഹായനുമാണ്. വിത്ത് ലാർജ് ആൻഡ് ഡാമേജ് വിങ്സ് ടാങ്കിൾഡ് ഇൻ മഡ്. വലിയ എന്നാൽ കേടുപാട് സംഭവിച്ച ചിറകുകൾ മണ്ണിൽ ഉടക്കിക്കിടക്കുന്നത്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്. ഹിസ് അപ്പിയറൻസ് ഡിസപ്പോയിൻറ്റ്സ് പീപ്പിൾ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ആൻ ഏഞ്ചൽ. ഒരു മാലാഖി എന്ന് വരുമ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻസിനെ, പ്രതീക്ഷകളെയൊക്കെ നിരാശപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, ലുക്ക്. ഹി സ്പീക്സ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ലാംഗ്വേജ് ആൻഡ് നെവർ എക്സ്പ്ലെയിൻസ് ഹിസ് ഐഡൻറ്റിറ്റി. മനസ്സിലാക്കാൻ പറ്റാത്ത, അതാണ് ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം ആരാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അദ്ദേഹം വെളിപ്പെടുത്തുന്നുമില്ല. ഡെസ്പൈറ്റ് ബീങ് ഹ്യൂമിലിയേറ്റഡ്, ഇംപ്രിസൺഡ്, സ്റ്റാർവ്ഡ് ആൻഡ് ടോർച്ചേർഡ്, ഹി നെവർ പ്രൊട്ടസ്റ്റ് ഓർ റിയാക്ട് വയലൻ്റ്ലി. അദ്ദേഹത്തെ ഒരുപാട് അപമാനിച്ചിട്ടും ജയിലിൽ തടങ്കലിലിട്ടിട്ടും പട്ടിണിക്ക് കിടത്തിയിട്ടും ഉപദ്രവിച്ചിട്ടും, ടോർച്ചർ ചെയ്യുക, ഉപദ്രവിച്ചിട്ടും ഹി നെവർ പ്രൊട്ടസ്റ്റ്, അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, അക്രമാസക്തനൊന്നും ആവുന്നില്ല. ഹിസ് ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി ഈസ് പേഷ്യൻസ്. ക്ഷമയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. വിച്ച് ദ ഓഥർ ഡിസ്ക്രൈബ്സ് ആസ് ഹിസ് സൂപ്പർ നാച്ചുറൽ വെർച്യൂ. അതാണ് അദ്ദേഹത്തിൻ്റെ അമാനുഷികമായ നന്മയെന്ന് പറയുന്നത്. ഹി സൈലൻ്റ്ലി ആക്സെപ്റ്റ് സഫറിങ്, റിഫ്ലക്റ്റിംഗ് ക്രൈസ്റ്റ് ലൈക്ക് എൻഡ്യൂറൻസ്. സഹനത്തെ നിശബ്ദതയോടെ അദ്ദേഹം സഹിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ പോലെയുള്ളൊരു സഹനശക്തിയാണ് അദ്ദേഹത്തിൽ കാണുന്നത്. The old man represents goodness misunderstood, divinity ignored, and the suffering of the weak in society. The old man പ്രതിദാനം ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഗുഡ്നെസ്, നന്മയെ, മനസ്സിലാക്കപ്പെടാത്ത അവസ്ഥയെ, മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ആൾക്കാരെ, ഡിവിനിറ്റി ഇഗ്നോർഡ്, ദൈവികതയെ അവഗണിക്കുന്നതിനെ, ദ സഫറിങ് ഓഫ് വീക്ക് ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിലെ ബലഹീനരായ ആൾക്കാരുടെ അവസ്ഥയെ. Through him, Marcus criticizes Roman cruelty, lack of empathy, and society's failure to recognize true miracles. ഇദ്ദേഹത്തിലൂടെ മാർക്യൂസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ക്രൂരതയെ, ലാക്ക് ഓഫ് എമ്പതി കുറവിനെ, അതായത് മനസ്സിലാക്കുന്ന കുറവിനെ, സൊസൈറ്റീസ് ഫെയിലിയർ ടു റെക്കഗ്നൈസ് ട്രൂ മിറക്കിൾസ്, യഥാർത്ഥ അത്ഭുതങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത സമൂഹത്തിൻ്റെ അവസ്ഥയൊക്കെയാണ് ഇദ്ദേഹം ഇതിലൂടെ വിമർശിക്കുന്നത്. ഇതിനകത്തെ മെയിൻ പോയിന്റ് മനസ്സിലാക്കി വെച്ച് നമുക്കിത് എഴുതാം. അടുത്തത് പിലേയോ എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ്. ഈസ് പ്രാക്ടിക്കൽ ബട്ട് ഇൻസെൻസിറ്റീവ്. വളരെ പ്രാക്ടിക്കലാണ് അദ്ദേഹം, പക്ഷേ ഇൻസെൻസിറ്റീവാണ്, സെൻസില്ലാത്ത ആളാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. ഹി ഈസ് ഇനീഷ്യലി ഫ്രൈറ്റൻഡ് ആൻഡ് ലേറ്റർ ട്രീറ്റ്സ് ഏഞ്ചൽ ആസ് എൻ ആനിമൽ. ആദ്യം അദ്ദേഹത്തിന് ഭയം വരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു മൃഗത്തെ പോലെ ക്രൂരമായിട്ടാണ് ആ ഏഞ്ചലിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹി ലോക്സ് ഹിം അപ്പ് ആൻഡ് ബെനഫിറ്റ്സ് ഫിനാൻഷ്യലി ഫ്രം ഹിസ് പ്രസൻസ്. അദ്ദേഹത്തെ അവൻ പൂട്ടിയിടുകയും ഇദ്ദേഹത്തിൻ്റെ ഏഞ്ചലിൻ്റെ പ്രസൻസിനെ സാമ്പത്തികമായി മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി ബെനിഫിറ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, പിലേയോ റെപ്രസെൻറ്റ് ഓർഡിനറി
മാൻ വിത്ത് ഹു ലാക്ക് എമ്പതി ഇല്ലാത്ത സാധാരണ മനുഷ്യനെയാണ് പിള്ളയോ പ്രതിനിധാനം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മുന്നിൽ ഇങ്ങനെ റേഞ്ചിൽ വന്നാൽ എന്ത് ചെയ്യും? സാമ്പത്തികമായിട്ട് മുതലെടുക്കും, ആദ്യം ഒന്ന് പേടിച്ച് നിൽക്കിയിരിക്കും അല്ലേ, പിന്നീട് അതിനെ ഒരു കരുണയില്ലാത്ത രീതിയിൽ പെരുമാറും. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ഈസി ആയിട്ടുള്ള ഓർത്തിരിക്കാൻ എളുപ്പമുള്ള പോയിന്റുകൾ നോട്ട് ചെയ്ത് എക്സാമിന് വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേയും കൂടി എളുപ്പമാവും നമുക്ക്. അടുത്തത് നമ്മുടെ പിള്ളയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനാണ്. ഈസ് എ പുവർ വില്ലേജ് മാൻ ഹു ഡിസ്കവേഴ്സ് ദ ഓൾഡ് മാൻ ഇൻ ഹിസ് കോർട്ട്യാർഡ്. അല്ലെ, ഒരു പാവപ്പെട്ട ഒരു വില്ലേജ് മാനാണ്, ഗ്രാമീണനാണ്. ഒരു ഓൾഡ് മാനിനെ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് കാണുന്നുണ്ട്. ഹീസ് പ്രാക്ടിക്കൽ, ഫിയർഫുൾ ആൻഡ് അൺഇമാജിനേറ്റീവ്. അല്ലേ, വളരെ പ്രാവർത്തികമാകുന്ന പ്രാക്ടിക്കൽ രീതി ചിന്തിക്കുന്ന, ഇച്ചിരി പേടിയുള്ള, ഇമാജിനേറ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണ്. അറ്റ് ഫസ്റ്റ് he is frightened by the strange sight and immediately thinks of protecting himself rather than helping the helpless old man. ആദ്യം അദ്ദേഹം പേടിക്കുന്നുണ്ട് ഈ ഒരു സൈറ്റ് കണ്ട്. പിന്നെ പെട്ടെന്ന് അദ്ദേഹം എന്താ ചെയ്യുന്നത്? സ്വയം സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ നിസ്സഹായനായ മനുഷ്യനെ സഹായിക്കുന്നതിന് പകരം സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. Though he accepts the idea that old man might be an angel, ഓൾഡ് മാൻ ഒരു ഏഞ്ചൽ ആയിരിക്കാം എന്നൊരു കാര്യം സമ്മതിക്കുന്നുവെങ്കിലും പിള്ളയോ നെവർ ട്രീറ്റ്സ് ഹിം വിത്ത് റെസ്പെക്ട്. ബഹുമാനത്തോടെ ഒരിക്കലും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നില്ല. He locks him in chicken coop and guards him with club and allows people to mistreat him. അദ്ദേഹത്തെ ഒരു കോഴിക്കൂട്ടിൽ അടച്ചിടുകയും ക്ലബ്ബ് വെച്ച് വടി കൊണ്ടൊക്കെ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും പിന്നീട് ആൾക്കാരെ അദ്ദേഹത്തെ മിസ്ട്രീറ്റ് ചെയ്യാനായിട്ട് തെറ്റായ രീതിയിൽ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ ഉപദ്രവിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ജനങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ലേറ്റർ ഹി ബിക്കംസ് റിച്ച് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദ ഏഞ്ചൽസ് പ്രസൻസ്. ഈ ഒരു മാലാഖയുടെ പ്രസൻസ് ദൂഷണം ചെയ്യുക വഴി എന്ത് പറ്റും? ഇദ്ദേഹം പിന്നീട് സമ്പന്നനായിട്ട് മാറുന്നുണ്ട്. പിള്ളയോ represents ordinary humans driven by fear, selfishness and material benefit. ഒരു സാധാരണ മനുഷ്യനെ കാണിക്കുന്നു. എന്തൊക്കെയുള്ളത്? ഭയം, സെൽഫിഷ്നെസ്, സ്വാർത്ഥത, പിന്നെ മെറ്റീരിയൽ ബെനഫിറ്റ്, ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹം. ദെൻ കമ്പാഷൻ, ഹ്യൂമാനിറ്റി, മനുഷ്യത്തെക്കാളും ഉപരിയായിട്ട് ഇതൊക്കെയാണ് ഒന്ന്. നെക്സ്റ്റ് എലിസൻഡ എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ്. ഷീ ഈസ് ക്ലെവർ, സെൽഫിഷ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക്. വളരെ ബുദ്ധിമതിയാണ്, സെൽഫിഷ് സ്വാർത്ഥതയാണ്, മെറ്റീരിയലിസ്റ്റിക് ഈ ഭൗതികമായ കാര്യങ്ങൾ മേടിച്ചു കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഷീ സീസ് ദ ഏഞ്ചൽ ആസ് എ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് ഗ്രോസ് റിച്ച് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ഹിം. ഈ ഏഞ്ചലിനെ, മാലാഖേനെ വരുമാന മാർഗമായിട്ടാണ് അവൾ കാണുന്നത്. പിന്നീട് അവൾ റിച്ച് ആവുന്നുണ്ട്. ഈ ഒരു വ്യക്തിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവൾ റിച്ച് ആവുന്നത്. ഈവൻ അറ്റ് ദ എൻഡ് ഷീ ഫീൽസ് റിലീഫ് റാദർ ദാൻ സിമ്പതി വെൻ ദ ഏഞ്ചൽ ഫ്ലൈ അവേ. അവസാനം ഈ ഒരു ഏഞ്ചൽ പറന്നു പോകുമ്പോൾ അവൾക്കൊരു ആശ്വാസമാണ് തോന്നുന്നത്, സിമ്പതി എന്നതിനേക്കാൾ ഉപരി. ഇതാണ് നമ്മുടെ എലിസൻഡ എന്ന ക്യാരക്ടറിൻ്റെ മെയിൻ പോയിൻറ്റ്സ്. ഇതിനകത്ത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് 2 ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനും അല്ലാതെ ഈ ചുരുങ്ങിയ ഡിസ്ക്രിപ്ഷനും ഞാൻ തരുന്നുണ്ട്. ഒരുപാട് പ്രയാസമുള്ളവർക്ക് ചെറിയ ഡിസ്ക്രിപ്ഷൻ പഠിച്ചു വെക്കാം, അല്ലാത്തവർ ഡീറ്റെയിൽ ആയിട്ടുള്ള നോക്കാം. അതിനകത്ത് കുറച്ച് ഓർത്തിരിക്കാനും പഠിക്കാനും എളുപ്പമുള്ള പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച് ആ ഒരു പോയിന്റ് മാത്രമായിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് എലിസൻഡയുടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ്. എലിസൻഡ ഈസ് ബിലയോസ് വൈഫ് ആൻഡ് ദ മോസ്റ്റ് ഷ്രൂഡ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക്. ഏറ്റവും ഈ കുശാഗ്രബുദ്ധി, ഷ്രൂഡായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ എലിസൻഡ. വസ്തുക്കൾക്ക് അല്ലെങ്കിൽ സ്വത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾ. ഫ്രം ദ ബിഗിനിങ് ഷീ സീസ് ഓൾ മാൻ നോട്ട് ആസ് എ ഡിവൈൻ ബട്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻകം. അല്ലെ, ഒരു ദൈവികമായ ഒരാളായിട്ടല്ല കൺസിഡർ ചെയ്തേക്കുന്നത്, വരുമാന മാർഗം എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഷീ ഫാൻസസ് ദ കോർട്ട്യാർഡ് ആൻഡ് ചാർജസ് എൻട്രി ഫ്രീ. അവൾ ആ മുറ്റം മുഴുവൻ വേലി കെട്ടുകയും എൻട്രി ഫീസ് ചാർജ് ചെയ്യാനും തുടങ്ങി. അല്ലേ, കയറണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുക്കുക എന്നുള്ള രീതിക്ക്. ക്വിക്ക്ലി ബിക്കമിങ് വെൽത്തി, വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ പെട്ടെന്ന് പൈസക്കാരാകുക, ക്വിക്ക്ലി ബിക്കമിങ് വെൽത്തി, ആ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു രീതിയിലുള്ളൊരു നീക്കമാണ് അവൾ നടത്തിയത്. ദോ ഷീ ഗെയിൻസ് ലക്ഷറി, കംഫർട്ട് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ്, ഷീ സോസ് നോ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഓർ ഗ്രാറ്റിറ്റ്യൂഡ്. പെട്ടെന്ന് ലക്ഷറിയും സുഭിക്ഷതയും കംഫർട്ടും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയെങ്കിലും യാതൊരു രീതിയിലുള്ള വൈകാരിക അടുപ്പമോ നന്ദിയോ, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് നന്ദി ടുവേർഡ്സ് ദ ഏഞ്ചൽ, ഈ ഒരു മാലാഖയോട് കാണിക്കുന്നില്ല. ഈവൻ വെൻ ദ ഏഞ്ചൽ ഫ്ലൈസ് അവേ ഷീ ഫീൽസ് റിവീൽഡ് ഇൻസ്റ്റെഡ് ഓഫ് താങ്ക്ഫുൾ. അവസാനം ഒരു ഏഞ്ചൽ പറന്നു പോകുന്ന സമയത്ത് ഇവൾക്ക് ഒരു ആശ്വാസമാണ് തോന്നുന്നത്. അദ്ദേഹത്തിനോട് ഒരു നന്ദി എന്നതിനേക്കാൾ ഉപരിയായിട്ട്
ഓ പോയല്ലോ ശല്യം എന്നൊരു രീതിയായിരുന്നു ആറ്റിറ്റ്യൂഡ്. എലിസെൻഡ സിംപിളൈസസ് ഹ്യൂമൻ ഗ്രീഡ്, ഇമോഷണൽ കോൾനെസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സഫറിങ്. എന്താണ് കാണിക്കുന്നത്? മനുഷ്യൻ്റെ അത്യാഗ്രഹം, ഇമോഷണൽ കോൾനെസ് അല്ലേ, നിർവികാരത, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സഫറിങ് അല്ലേ, പാവങ്ങളെ മുതലെടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ എലിസെൻഡ ഒരു സാധാരണ മനുഷ്യരിലെ ഇങ്ങനത്തെ കാര്യങ്ങൾ, മനുഷ്യരിലെ ഇങ്ങനത്തെ തിന്മയാണ് സിംപിളൈസ് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത്. ഷീ റെപ്രസെൻറ്റ് എ സൊസൈറ്റി ദാറ്റ് വാല്യൂസ് പ്രോഫിറ്റ് ഓവർ കമ്പാഷൻ. ഇവൾ ആരെ കാണിക്കുന്നു? സമൂഹത്തിനെ. ഇങ്ങനെയുള്ള സമൂഹത്തിനെ, ലാഭത്തിന് സ്നേഹത്തെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹത്തെയാണ് എലിസെൻഡ പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ നെയ്ബറിങ് വുമൻ. ഷീ ഈസ് സൂപ്പർസ്റ്റീഷ്യസ് ആൻഡ് കോൺഫിഡൻറ്റ്. അന്ധവിശ്വാസം നിറഞ്ഞ ആളാണ്. സൂപ്പർസ്റ്റീഷ്യസ് എന്ന് നമ്മൾ പറയുന്നത്. സൂപ്പർസ്റ്റീഷ്യൻ സ്പെല്ലിംഗ് നോക്കുക. സൂപ്പർസ്റ്റീഷ്യസ് ആൻഡ് കോൺഫിഡൻറ്റ്. ആത്മവിശ്വാസമുണ്ട്, അന്ധവിശ്വാസവുമുണ്ട്. ഷീ ക്വിക്ലി ലേബൽസ് എ ഓൾഡ് മാൻ ആസ് ആൻ ഏഞ്ചൽ വിത്തൗട്ട് പ്രൂഫ്. യാതൊരു തെളിവുകളും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഏഞ്ചലായിട്ട് ആ ഓൾഡ് മാനെ ലേബിൾ ചെയ്തു കണ്ട ഉടനെ അല്ലേ. അന്ധവിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. സോ ഒരു തെളിവും വേണ്ട, ഉടനെ തന്നെ തീരുമാനിച്ചു എന്താണ്, ഓൾഡ് മാൻ ആസ് ആൻ ഏഞ്ചൽ എന്ന് ലേബൽ ചെയ്തു. ഹെർ വേർഡ്സ് ഫ്യൂവൽ പബ്ലിക് ക്യൂരിയോസിറ്റി ആൻഡ് ഖയോസ് അല്ലേ. ഇവരുടെ വാക്ക് ആൾക്കാരുടെ ആകാംക്ഷയെ ഒരു മറ്റ് ബഹളങ്ങൾക്കുമായിട്ട് വഴിതെളിച്ചു. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് സമ്മറി. ദ നെയ്ബർ വുമൻ ഈസ് കോൺഫിഡൻറ്റ്, ഔട്ട് സ്പോക്കൺ ആൻഡ് ഡീപ്ലി സൂപ്പർസ്റ്റീഷ്യസ് അല്ലേ. ഇപ്പം ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ പേര് ഓർക്കുക. കോൺഫിഡൻറ്റ്, ഔട്ട് സ്പോക്കൺ, ഡീപ്ലി സൂപ്പർസ്റ്റീഷ്യസ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പേപ്പറിനകത്ത് ഈ ഹെഡിങ് എഴുതുക, ഈ മെയിൻ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എഴുതി വെക്കുക താഴെ. അപ്പം ആ രീതിയിൽ നമുക്കിത് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് എഴുതാൻ പറ്റും, ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നെയ്ബറിംഗ് വുമൻ്റെ പ്രത്യേകത? കോൺഫിഡൻറ്റ് അല്ലേ, ആത്മവിശ്വാസമുണ്ട്, ഔട്ട് സ്പോക്കൺ എല്ലാം തുറന്ന് പറയുന്ന ആളാണ്. ഡീപ്ലി സൂപ്പർസ്റ്റീഷ്യൻസ്, ഭയങ്കരമായ അന്ധവിശ്വാസം നിറഞ്ഞ ആളാണ് അല്ലേ. ഷി ക്വിക്ലി ഡിക്ലയർസ് ദ ഓൾഡ് മാൻ ആൻഡ് ഏഞ്ചൽ വിത്തൗട്ട് എനി എവിഡൻസ്. ഒരു തെളിവും ഇല്ലാണ്ട് തന്നെ ഓൾഡ് മാനെ കണ്ടപ്പോൾ തന്നെ അവൾ തീരുമാനിച്ചെന്താണ്, ഏഞ്ചലാണെന്ന് ഡിക്ലെയർ ചെയ്തു. എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. ഹെർ എക്സ്പ്ലനേഷൻ ദാറ്റ് ഹി കെയിം ടു ടേക്ക് അവേ ദ ചൈൽഡ് സൗണ്ട്സ് കൺവിൻസിങ് ടു ദ വില്ലേജേഴ്സ്. അപ്പോൾ അവൾ കൊടുത്ത എക്സ്പ്ലനേഷൻ എന്തായിരുന്നു? വിവരണം. ഈ ഏഞ്ചൽ വന്നത് ആ കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അത് കേട്ടപ്പം വില്ലേജേഴ്സിന് ശരിയാണ് എന്ന രീതിയിൽ കൺവിൻസ്ഡായി അല്ലേ, വിശ്വസിക്കുന്ന രീതിയിൽ പറഞ്ഞു. ദോ ഷീ അപ്പിയേഴ്സ് നോളജബിൾ, ഹെർ ബിലീവ്സ് ആർ റൂട്ടഡ് ഇൻ സൂപ്പർസ്റ്റീഷ്യൻ റാദർ ദാൻ അണ്ടർസ്റ്റാൻഡിങ്. അവളെ നോളജബിളായിട്ട് ഇച്ചിരി വിവരമുള്ള ആളായിട്ട് കാണുമെന്ന് തോന്നുമെങ്കിലും അവളുടെ വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസത്തിൽ വേരുറച്ചതായിരുന്നു, ഈ മനസ്സിലാക്കുക എന്ന കാര്യത്തിനേക്കാൾ ഉപരിയായിട്ട്. ഹെർ വേർഡ്സ് ട്രിഗേർഡ് കയോസ്, ക്രൗഡ് ഗ്യാതറിങ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻസ്. അവളുടെ വാക്കുകൾ എന്തിനു തീ കൊളുത്തി? ബഹളത്തിലേക്ക്, ആൾക്കൂട്ടത്തിലേക്ക്, മുതലെടുപ്പുകളിലേക്ക് വഴിതെളിച്ചു. ഷീ റെപ്രസെൻറ്റ്സ് ബ്ലൈൻഡ് ഫെയ്ത്ത്, റൂമേഴ്സ് ആൻഡ് അൺതിങ്കിങ് ബിലീഫ് സിസ്റ്റം. ഇപ്പോൾ ഇവള് എന്തിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത്? അന്ധമായ വിശ്വാസം, ബ്ലൈൻഡ് ഫെയ്ത്ത്, റൂമേഴ്സ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞു വരുത്തുന്ന തെറ്റായ കാര്യങ്ങൾ, റൂമറുകൾ, അൺതിങ്കിങ് ബിലീഫ് സിസ്റ്റം, ഇങ്ങനത്തെ വിശ്വാസ സംവിധാനങ്ങളെയൊക്കെ, ചിന്തിക്കാതെയുള്ള വിശ്വാസ സംവിധാനങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു. ദാറ്റ് ഇൻഫ്ലുവൻസ് സൊസൈറ്റി ഈസിലി, പെട്ടെന്ന് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെയാണ് ഈ നെയ്ബറിംഗ് വുമൻ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വേർഡ്സ് ഇല്ലേ, ഫോർ എക്സാമ്പിൾ എന്താ കോൺഫിഡൻറ്റ്, ഔട്ട് സ്പോക്കൺ, സൂപ്പർസ്റ്റീഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ആ കഥയ്ക്കകത്ത് അവരെന്തു ചെയ്തു എന്നുള്ള കാര്യവും കൂടെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് രണ്ടും കൂടെ നമ്മുടെ ആൻസറിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ടായാൽ തന്നെ മെയിൻ പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു പോകും. ഓക്കെ, അടുത്തത് നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ഈസ് റാഷണൽ ആൻഡ് ക്യൂരിയസ് അല്ലേ, യുക്തിചിന്തയുള്ള ആളാണ്, വളരെ ആകാംക്ഷയുള്ള ആളാണ്. He is amazed by the logic of angels' wings and questions why others do not have them അല്ലേ. ഈ ഏഞ്ചലിൻ്റെ ചിറകുകളെ കുറിച്ചുള്ള ലോജിക്ക് കാരണം അദ്ദേഹത്തിന് വളരെ സർപ്രൈസ്ഡ്, അമേസ്ഡ് ആണ്. അതുകൂടാതെ ആകാംക്ഷയുണ്ട്. പിന്നെന്താണ്, മറ്റുള്ളവർക്ക് അതില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഹി റെപ്രസെൻറ്റ് സയൻറ്റിഫിക് തിങ്കിങ് അല്ലേ, ശാസ്ത്രീയമായ ചിന്തയെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് അല്ലേ. നമ്മൾ കണ്ടു നെയ്ബറിംഗ് വുമൻ എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? സൂപ്പർസ്റ്റീഷൻ. ഡോക്ടർ എന്തിനാണ് കാണിക്കുന്നത്? സയൻറ്റിഫിക് തിങ്കിങ് അല്ലേ. അപ്പോൾ എലിസെൻഡ എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നത്? സെൽഫിഷ്നെസ് ഉണ്ടല്ലേ, ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ഓരോ ആൾക്കാരുടെ പേരെഴുതുക, ഒരു കുഞ്ഞൊരു ഷോർട്ട് നോട്ട് പോലെ ഒരു കുഞ്ഞു പേപ്പർ ഒരു നാലായിട്ടൊക്കെ മടക്കി ഒരു വശത്ത് നിങ്ങൾ ഈ ക്യാരക്ടറിൻ്റെ പേര് താഴെ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്ത് എക്സാമിൻ്റെ തലേദിവസമാണെങ്കിൽ ഗൂഗിളായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും.
ഓക്കെ, ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് നമ്പറിലേക്ക് പോവാം. ദ ഡോക്ടർ ഈസ് വൺ ഓഫ് ദ ഫ്യൂ റാഷണൽ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഹി അപ്രോച്ചസ് ദ ഏഞ്ചൽ സയൻറ്റിഫിക്കലി ആൻഡ് ഈസ് fantasized by the logic of the wings, which appears biologically natural on human body. ഓക്കെ, കുറച്ച് റാഷണൽ ക്യാരക്ടേഴ്സ് നമ്മുടെ ഈ സ്റ്റോറിക്കകത്തുള്ളിൽ ഒരാളാണ് നമ്മുടെ ഡോക്ടർ, അല്ലേ? യുക്തിവിചാരമുള്ള ഒരു വ്യക്തി. ഹി അപ്രോച്ചസ് ദ ഏഞ്ചൽ സയൻറ്റിഫിക്കലി, ശാസ്ത്രീയമായിട്ടാണ് ഈ ഏഞ്ചലിനെ സമീപിക്കുന്നത്. പക്ഷേ ഈ ലോജിക് ഓഫ് വിങ്സ് എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് വളരെ അതിശയമായിട്ട് തോന്നി. നാച്ചുറലായിട്ട് ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ കാണത്തില്ല, അതൊരു കാര്യമാണ് നമ്മുടെ ചിറകുകൾ എന്ന് പറയുന്നത്, അല്ലേ? യെസ്. Instead of being shocked by the supernatural, he questions why humans do not have wings. അല്ല, ഇതിനകത്തെ എന്താണ് ഈ വളരെ സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് എന്ന് ചിന്തിക്കുന്നതിന് പകരം മനുഷ്യർക്ക് എന്തുകൊണ്ട് ചിറകില്ല എന്ന രീതിയിലാണ് നമ്മുടെ ഡോക്ടർ ചിന്തിക്കുന്നത്. ഹിസ് ക്യൂരിയോസിറ്റി ചലഞ്ചസ് ട്രഡീഷണൽ ബിലീഫ്, അല്ലേ? പരമ്പരാഗതമായ വിശ്വാസങ്ങളെ ചലഞ്ച് ചെയ്യുന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആകാംക്ഷ. ദ ഡോക്ടർ സിംപലൈസസ് സയൻറ്റിഫിക് തിങ്കിങ്, റാഷണാലിറ്റി ആൻഡ് മോഡേൺ പെർസ്പെക്റ്റീവ്. ഡോക്ടർ എന്തിനെയൊക്കെ കാണിക്കുന്നു? ശാസ്ത്രീയമായ ചിന്തയെ, യുക്തിവിചാരത്തെ, ആധുനിക കാലത്തിൻ്റെ കാഴ്ചപ്പാടുകളെ. കോൺട്രാസ്റ്റിംഗ് ഷാർപ്ലി വിത്ത് സൂപ്പർസ്റ്റിഷൻ ആൻഡ് ക്രൂവൽറ്റി. എന്തിനായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്നു? അന്ധവിശ്വാസത്തോടും ക്രൂരതയോടും കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ, അല്ലേ? കുറച്ചും കൂടെ പുരോഗമന രീതിയിൽ ചിന്തിക്കുന്നു. അടുത്തത് നമ്മുടെ സ്പൈഡർ. ഷീ ഈസ് എ വിക്ടിം ഓഫ് ഫേറ്റ് ആൻഡ് സൊസൈറ്റി. വിധിയുടെയും സമൂഹത്തിൻ്റെയും ഒരു ഇരയാണ് സ്പൈഡർ വുമൻ. പീപ്പിൾ പ്രിഫർ ഹർ സ്റ്റോറി ബിക്കോസ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് മോറലിസ്റ്റിക്. അദ്ദേഹത്തിന് സ്പൈഡർ വുമൻ എല്ലാവരും വിശ്വസിക്കാൻ കാരണം എന്താണ്? അവളുടെ കഥ വളരെ സിമ്പിൾ, ലളിതമാണ്, മോറലിസ്റ്റിക് ആണ്. അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നു. ഷീ ഹൈലൈറ്റ്സ് ഹൗ പീപ്പിൾ പ്രിഫർ എൻ്റർടൈൻമെൻറ്റ് ഓവർ ട്രൂത്ത്. സത്യത്തെക്കാൾ ഉപരി വിനോദത്തിന് ആൾക്കാർ എങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നു എന്ന ഒരു കാര്യത്തിന് ഹൈലൈറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സ്പൈഡർ വുമൻ. ഓക്കെ, സോ നമ്മൾ ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അയാളുടെ പേര്, അയാളുടെ മെയിൻ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തലേദിവസം പെട്ടെന്ന് നോക്കി പോകാൻ പറ്റും. സ്പൈഡർ വുമൻ ഇസ് എ ട്രാജിക് ഫിഗർ ഹു ഹാസ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സ്പൈഡർ ആസ് എ പണിഷ്മെൻറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്. അനുസരണക്കേട് മൂലം സ്പൈഡറായിട്ട്, അല്ലേ, ഒരു ശിക്ഷ എന്ന രീതിക്ക് അനുസരണക്കേട് കാരണം സ്പൈഡറായിട്ട് മാറിയ ഒരു ട്രാജിക് ഫിഗറാണ് നമ്മുടെ സ്പൈഡർ വുമൻ. ഓക്കെ, unlike the angel, she explains her suffering clearly and provides a moral lesson. അല്ലേ, ഒരു ഗുണപാഠമുണ്ട്. മോറലിസ്റ്റിക് എന്ന് നമ്മൾ കണ്ടു. ഏഞ്ചലിനെ പോലെയല്ല, ഏഞ്ചൽ പറഞ്ഞവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ സ്പൈഡർ വുമൻ എടുക്കും അവളുടെ സഫറിങ്, വിഷമം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഗുണപാഠം നമുക്കൊരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ പ്രിഫർ ഹർ ബിക്കോസ് ഷീ ഈസ് എൻ്റർടൈനിങ്, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ലെസ് ഡിമാൻഡിങ് ഇമോഷണലി. മനുഷ്യർ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, അവളെ കൂടുതൽ പ്രിഫർ ചെയ്ത് ഏഞ്ചലിനേക്കാളും. കാരണം എന്താണ്? ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, പിന്നെ മനസ്സിലാവുന്നുണ്ട്, പിന്നെ ഒത്തിരി ഇമോഷണൽ ഡിമാൻഡ്സ് ഒന്നുമില്ല, പുള്ളിക്കാരിക്കൊന്നും വേണ്ട, അല്ലേ? സോ ഈ 3 കാര്യം കാരണം അവളെ പ്രിഫർ ചെയ്യുന്നു. ഷീ ഹൈലൈറ്റ് സൊസൈറ്റീസ് പ്രിഫറൻസ് ഫോർ ഈസി സ്റ്റോറീസ് ഓഫ് എ കോംപ്ലക്സ് ട്രൂത്ത്, അല്ലേ? ചില കടുപ്പമുള്ള യാഥാർത്ഥ്യത്തെക്കാളും ഇമ്പോർട്ടൻസ് ആയിട്ട് ലളിതമായ കഥകൾക്ക് സൊസൈറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന കാര്യത്തിനെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ സ്പൈഡർ വുമൻ. She represents how suffering is accepted only when it is simplified and commercialized. അല്ലേ, അവൾ എന്തിനെ കാണിക്കുന്നു? സഫറിങ് അക്സെപ്റ്റ് ചെയ്യുന്നു എപ്പോൾ? അതായത് എങ്ങനെയാണോ വേദനകളെ മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെ വളരെ ലളിതവൽക്കരിക്കുകയും കച്ചവടവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ആൾക്കാർ ഈ ഒരു സഫറിങ്ങിനെ അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കാര്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ സ്പൈഡർ വുമൻ. ഓക്കെ, നമ്മളിപ്പോൾ 6 പേരുടെ ക്യാരക്ടർ സ്കെച്ചാണ് പഠിച്ചത്. അതിനകത്ത് സിമ്പിളായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊരു സമ്മറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ തന്നെ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള രീതിയിൽ നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള പാഠങ്ങളോ ഗ്രാമർ പോർഷൻസോ എന്തെങ്കിലും എക്സ്പ്ലനേഷനോ വീഡിയോസോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക്